Assalamualaikum. Apa inna ya vanittulladu? Okay, hi, Assalamualaikum guys. My Malayalam is not that great. Hello, Assalamualaikum. Apa inna ya vanittulladu? Simple cake recipe ആയിട്ടാണ്. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ്. പക്ഷെ ഞാനല്ല ചെയ്യുന്നത്. ഇന്ന് എൻ്റെ മോളാണ് ചെയ്യുന്നത്. ഇവള് മുമ്പ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവൾക്കൊരു ട്രെയിനിങ് പോലെ ആ ഒരു രീതിയിലാണ് ഇവൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവളെങ്ങനെ ചെയ്യുന്നത്. കിച്ചണിൽ പോലും കയറാത്ത ആളാണ്. Assalamualaikum guys, my name is Tabassum. The reason behind Tabassum's kitchen, it's just the name. I know nothing in cooking. Everything is done by my mom. Even the uploading and editing, everything is done by my mom. So basically it's her birthday today and she didn't let me buy a cake from outside for her. So I thought why not make a cake for her today. So I'm going to, she's going to help me with it obviously. Looking at her YouTube videos I learned. So let's see how it goes. ഇവള് വീട്ടിൽ മലയാളം തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. പക്ഷേ ഇവൾക്കൊരു കാസർഗോഡ് സ്ലാങ് ആയതുകൊണ്ട് പറയാനൊരു മടിയാണ്. അതുകൊണ്ടാണ് ഇവള് മലയാളം പറയാത്തത്. അപ്പൊ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ഇവളെ എങ്ങനെ ചെയ്യും. ഓക്കെ, ഇതെല്ലാം മിക്സ് ആക്കി വെക്കാം. മാറ്റി വെക്ക്. Okay, now we take the butter and the milk, mix it and melt it however you want. Even in the oven you can melt it. Okay. ബീറ്റാക്കുന്ന ബൗളിലും എഗ് ബീറ്ററിലൊന്നും വെള്ളം ഉണ്ടാവാൻ വേണം. ഓക്കെ, ഡ്രൈ ആയിട്ടുള്ള വെള്ളം ഇട്ടുണ്ടാവും. സ്റ്റാർട്ടിങ് ഞാനാക്കി തരണം. ഇല്ല, സ്പ്രെഡ് ആവല്ലോ അല്ലേ? ഓണിൽ നിങ്ങൾ ഇട്ടോണ്ടിരിക്കേ. ഇല്ല, നമുക്ക് നാക്കണോ ഫുള്ള്? ഇത് ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, ജസ്റ്റ് ഞാൻ ഇടുന്നത്. ഇതിന് മതിയാ? ആൾട്ടർനേറ്റ് ആക്കാൻ കഴിയുന്നില്ല, മൾട്ടി ടാസ്ക് കഴിയുന്നില്ല. Their consistency. നെക്സ്റ്റ് എന്താക്കണ്ടേ? നെക്സ്റ്റ് ഇത് നേരത്തെ മിക്സ് ആക്കി വെച്ച മൈദ മൈദ പൊക്ക പൗഡർ മിക്സ് ആക്കി വെച്ച സ്റ്റാർട്ടിങ്ങിൽ എല്ലാം ഇട്ട് കൊടുക്കുക 2-3 പ്രാവശ്യമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഇത് കുറച്ച് 3 സ്പൂൺ ഇടും. 4 സ്പൂൺ ഇടും. ഓക്കെ, പിന്നെ ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. സ്പൂൺ നല്ല അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു 25% ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ക്ലീൻലിനെസ് എങ്ങനെ കുറച്ച് നല്ല സമാധാനത്തില അങ്ങനെയല്ല മിക്സ് ആക്കേണ്ടത്. ഇത് മിക്സ് നിങ്ങൾക്കണ്ട അങ്ങനെ മിക്സ് ആക്കി
മുട്ട ഫ്ലഫി ആയതല്ല പോ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കും. ഓക്കെ നാച്ച് ബീട്ടാക്കിയ പോലെ ഒന്ന് ബീട്ടാക്കി. ഓക്കെ ഓക്കെ ആയി നിങ്ങൾ ആക്കണ്ട ആയിട്ട് എനിക്കതിങ്ങനെ കാട്ടിച്ച് ഒരേ ഇതന്നെ വേറെ വേറെ. ഓക്കെ ഇപ്പം ശരിക്കും അങ്ങനെ മുട്ട വിട്ടൊക്കെ നോക്കട്ടല്ലോ മിക്സ് ആയിനാന്നോ മതി. അങ്ങനെ സൈഡിൽ നിന്ന് എടുക്കണം. അവർക്ക് ഞങ്ങൾക്ക് അറിഞ്ഞി സൈഡിലുണ്ടതല്ലോ. ഞാൻ എന്നെ ഇങ്ങനെ ആക്കുന്ന അടിയിൽ ഉണ്ടാ നോക്കാം. കെട്ടി കെട്ടി ഉണ്ട് ഇടാൻ പറ്റില്ല. ഓക്കെ നെക്സ്റ്റ് ഇനി ബേക്കിൻ്റെ ആയാ ബേസാ എത്ര ഇനി ബേക്കാക്കണ്ടത് അതിൽ ഒഴിച്ചു കൊടുക്കണ ഇതിലൊക്കെ ഇല്ല ഇങ്ങനെ ഒഴിക്കേണ്ടതല്ലേ. ഇന്നാരും ബീറ്റ് ആയിരുന്നല്ലേ, ഐ മീൻ ഇതായിരുന്നല്ലേ, മിക്സ് ആയിരുന്നല്ലേ, കട്ടി ഇതൊന്നുമില്ല കട്ടൊന്നുമില്ല. നിങ്ങൾ നോക്ക് ഫസ്റ്റ് ഞാൻ കണ്ട നീ ജസ്റ്റ് നോക്കി മതി നേരായിന്നാ. ഓക്കെ ലാസ്റ്റ് ഓക്കെ ഓക്കെ ഇത് ഇല്ല കൊയ്ക്കാന്നല്ലേ ഇത് ബട്ടർ പേപ്പർ ഇട്ടു നാട്ടിൽ. നോക്കട്ടു നമുക്ക് ഇത് പിടിക്കണ്ടേ, ഇത് ഹെവി അതൊക്കെ നാക്ക പിടി പിടി നാക്കുന്നു പ്ലീസ്. ഇല്ല കഴിയുന്നില്ല, ഇത് ഹെവി ഇത് ഹെവി ആകുമ്പോൾ നിങ്ങൾ പിടിക്കണം കൈ നോമ്പതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയൂ ഓക്കെ ഇനി ബേക്കാക്കേണ്ടത് അതാണ്. ഓവനിലെങ്കിൽ ഒരു 170 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് വെക്കണം കൺവെക്ഷനിൽ. പിന്നെ മുന്നേ തന്നെ പ്രീ ഹീറ്റ് ആക്കാൻ വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഹീറ്റ് ആക്കാൻ വെക്കുന്നത് ഓവനിൽ. തുറന്നു ബേക്കതിനാന്ന് ഒരു അരമണിക്കൂറോളം തുറന്നു നോക്കാൻ കഴിയില്ല. ഓക്കെ ഈ കുക്കിംഗ് ചോക്ലേറ്റിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ആക്കിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഓവനിൽ മെൽറ്റ് ചെയ്യുന്ന സ്റ്റൗവിൽ മെൽറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ലാസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രം സ്പൂണാണ്. ഇത് രണ്ടും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഓവനിൽ വെച്ചാൽ മതി. ജസ്റ്റ് ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതിയായിരിക്കും. ഓക്കെ ഐസിങ് ചെയ്യാൻ ഈ ക്രീം ഒന്ന് ബീറ്റാക്കി എടുക്കണം. നല്ല കൂൾഡായിട്ടുള്ള ക്രീം ഇതിലേക്ക് വേണ്ടത്. ബീറ്റല്ലേ
തിക്കായി നോക്കുമ്പോ അതിനെ തിക്കാക്കാണ് കുറെ തിക്കായ പോലെ ഉണ്ട്. ഇപ്പൊ ഈ ബീറ്ററിലുണ്ട് ക്രീമെല്ലാം എന്താക്കണോ കയ്യിലെടുക്കണ ബ്ലേഡ് എടുക്ക ഇങ്ങനെ എടുക്കണേ. ഓക്കെ ഓ ഇങ്ങനെയാ തട്ടി കൊടുക്കാം. ಈಗ ಎಣ್ಣೆ നോക്കട്ടെ എത്ര ലേയേഴ്സ് ആക്കട്ടെ ഇതൊക്കെ 3 ആക്കും. അങ്ങനെയല്ല തപ്സോ ഇത് മുറിക്കുന്ന ഫോട്ടോ മുറിക്കുന്ന അത്ര തന്നെ കുറച്ച് നല്ല കൈമല്ല നല്ല മൂർച്ചോളം. മുഖം കായില്ല നേരായാന്ന് നിക്ക് മെല്ലെ. ഓക്കെ കറക്റ്റ് കട്ടാക്കിയല്ലേ താന്. ഓക്കെ നെക്സ്റ്റ് ലെയർ അതിനൊരു ലെയറാക്കി പിന്നെ ഫുള്ളാക്കി മിഡിൽ നേരെ മിഡിൽ 3 പീസ് അല്ലേ. ചെറിയ ഒരു പൊടിക്ക് സോഫ്റ്റ്നെസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അത് ഫസ്റ്റ് ചെയ്തതല്ലേ. പിന്നെ ആ ഒരു ഫോൾഡ് ചെയ്യുന്നത് അതൊന്ന് നല്ലോണം കെയർ ചെയ്തിട്ട് നല്ലോണം സ്ലോയിൽ ചെയ്തെടുക്കേണ്ടതല്ലേ. അത് മാത്രമേ ഉള്ളൂ ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. പിന്നെ ഓ കുറേ ഇടണ നാളെ ഇട്ടത് കുറേ ആയി നോക്കട്ടു. Next layer. Sugar syrup. Correct ആയിനാ ലെയർ അടല പിന്നെ ഇതാക്കാം മറ്റേ. ഓക്കെ
അതിലിട്ടിട്ട് ഈസി ആവും സൈഡിലേക്ക് ഇങ്ങനെ അതൊന്ന് സ്ക്രാച്ച് ചെയ്താലിട്ടെങ്കിൽ ഈസി ആവും ലൈക്ക് അത് സൈഡിൽ ഫിറ്റ് ആവില്ല നിങ്ങൾ ഈൽക്കില്ലായോ പ്ലേറ്റ് ഇടെല്ലാം ഒക്കെ ആവുമല്ലേ ഇങ്ങനെ 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 സ്ട്രൈറ്റാണ് കൊണ്ടുപോയി സ്പാച്ചിൽ ചെല്ലെങ്കിൽ ഇങ്ങനെ ഓ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറ്റില്ല ഇല്ല അപ്പോൾ ഈസി ആവും അതെങ്ങനെ ഈ ഗ്യാപ്പിലുണ്ട് സ്ട്രേറ്റ് കൊടുക്കുക കുറച്ചൊരു ഷേപ്പാണ് ലാസ്റ്റ് ഒരിക്കലും ടച്ചപ്പ് ആക്കി തട്ട ഞാൻ ഇത്ര നേരം എന്നെ തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല ചെറുതായിട്ടൊരു ടച്ചപ്പ് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ചെയ്തത് നോക്കുമ്പോൾ അവൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഐസിങ് ഒക്കെ പിന്നെ ഗാർണിഷ് ആക്കുന്നതല്ലേ ഗാർണിഷ് ആക്കാനല്ലേ ചെല്ലേ മുകളിലെന്തോ ഡിസൈനൊക്കെ നോക്കിയിട്ട് ശരിയായില്ല പിന്നെ അതെടുത്തിട്ട് പിന്നെ ടച്ചപ്പ് ചെയ്തു ഇത് മതിയാകാൻ തോന്നുന്നു കിറ്റ്കാറ്റ് കിറ്റ്കാറ്റ് വെക്കണമെന്ന് ഇവൾ നേരത്തെ തന്നെ പറയുന്നുണ്ടായി ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്തായാലും അത്ര ഫിനിഷിംഗ് ഒന്നും വരില്ലല്ലോ അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാന് ഞാൻ ഇപ്പുറത്തെ സൈഡ് കുറച്ച് സ്പോഞ്ച് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ഫ്ലേവറാണ് അപ്പോൾ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എന്നെപ്പോലെ തന്നെ ഇറങ്ങിയാൽ പിന്നെ അത് ശരിയാക്കിയിട്ടേ അടങ്ങുള്ളൂ പക്ഷേ ഇവൾ ഇറങ്ങില്ല അതാണ് പ്രോബ്ലം ആ ഒരു കോളേജിൻ്റെ പഠിത്തവും തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ 2 പ്രാവശ്യം പ്രൈസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ PUC പഠിക്കുമ്പോൾ നെക്സ്റ്റ് അവൾ സ്വന്തമായിട്ട് ഞാൻ ഈ ഭാഗത്തേക്കേ വരുന്നില്ല അവൾ സ്വന്തമായിട്ട് തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ ഇൻഷാ അല്ലാ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ മോൻ്റെ ഭാര്യയെ നന്നായിട്ട് കുക്ക് ചെയ്യും എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ നന്നായി വന്നിട്ടുണ്ട് മാഷാ അല്ലാ മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും ഇത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു Happy birthday to you. Happy birthday to